കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 വിഭവങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. 3ഉം ചൂടോടെ കുടിക്കുന്ന ഡ്രിങ്ക്സ് ആണ് ട്ടോ. നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് തണുത്തതാണ് കഴിക്കുമെങ്കിലും തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ 3 അടിപൊളി ഡ്രിങ്ക്സ് ആണ്. ചൂടോടെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് ആണ്. ഒന്ന് തരി കാച്ചിയതാണ്, പിന്നെ ബദാം കാച്ചിയത്, അതുകൂടാതെ ജീരക കഞ്ഞിയും കൂടി കാണിക്കുന്നുണ്ട്. 3ഉം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. നമ്മൾ ബദാം കാച്ചിയതിലും തരി കാച്ചിയതിലും പഞ്ചസാര ചേർക്കും. എങ്കിൽ പോലും നമുക്ക് നല്ല ക്ഷീണമൊക്കെ മാറ്റുന്ന അടിപൊളി ഡ്രിങ്ക്സ് ആണ്. പിന്നെ ജീരകക്കഞ്ഞിയുടെ കാര്യം പറയാനേ ഇല്ല. ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ പമ്പ കിടക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് തരി കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് റോസ്റ്റ് ചെയ്യാത്ത റവ ചേർത്ത് കൊടുക്കാം. ഇതിന് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം മധുരം നിങ്ങൾക്ക് കുറച്ചേ മതിയുള്ളൂവെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. നല്ല മധുരം വേണമെന്നുള്ളവർ ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു തേങ്ങാപ്പാലാണ്. അധികം കട്ടിയില്ല എന്നാൽ തീരെ നേർത്തതുമല്ല. 1-ാം പാലും 2-ാം പാലും കൂടി മിക്സ് ചെയ്തിട്ടെടുത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന റവ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ കശുവണ്ടി നുറുക്കിയതും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് നെയ്യിലൊന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ ഇത് രണ്ടും നന്നായിട്ട് വെന്ത് നമ്മൾ ഈ റവ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് മുകളിലൊക്കെ ഇതിങ്ങനെ കിടന്നോളും. നെയ്യിൽ വഴറ്റിയിട്ടിടുന്ന സമയത്ത് ഇത് മിക്കപ്പോഴും ഗ്ലാസിൻ്റെ അടിഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കശുവണ്ടിയും മുന്തിരിയും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പൊങ്ങി നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കശുവണ്ടിയും മുന്തിരിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് ഇതിൽ കിടന്ന് വെന്തോളും. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പശുവിൻ പാലാണ്. പശുവിൻ പാൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ തരി കാച്ചതിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ തന്നെയാണ് ചേർക്കേണ്ടതെങ്കിൽ ഈ ലാസ്റ്റ് നമ്മൾ ഈ പശുവിൻ പാലിന് പകരം 1 കപ്പ് 1-ാം പാൽ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെ 1 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ചേർത്തിട്ടൊന്ന് ഇളക്കി ഉടനെ ഇത് ഓഫ് ചെയ്യണം. ഇതിപ്പോൾ പശുവിൻ പാലായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയുടെ 1-ാം പാലാണ് ചേർക്കുന്നതെങ്കിൽ തിളപ്പിക്കാൻ നിൽക്കണ്ട. ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത ഉടനെ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാല് ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ചൊരു കട്ടിയുള്ള തരി കാച്ചിയതാണ്. നിങ്ങൾക്കിത് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പശുവിൻ പാലോ തേങ്ങാപ്പാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. കൂട്ടാനാണെങ്കിൽ ഒരല്പം റവ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ പാൽ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്കൊന്ന് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ്. ഈ നെയ്യിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വരെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവാള ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാളയുടെ കളർ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
നമ്മുടെ തരി കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് തരി കാച്ചിയതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ തരി കാച്ചിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല പാകത്തിലുള്ള മധുരം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പിന് മിക്ക ആളും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടാണ് ഇത് ഇരിക്കുന്നത്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കിത് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് നേർപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അടുത്തതായിട്ട് നമുക്ക് ബദാം കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ബദാം മിൽക്ക്, ആൽമണ്ട് മിൽക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡ്രിങ്ക് നമ്മൾ നോമ്പിന് മാത്രമല്ല കേട്ടോ, സാധാരണ സമയങ്ങളിലും ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-20 ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂറോളം ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചാലും മതി. നന്നായിട്ട് ഒന്ന് കുതിർന്ന് നമുക്ക് നല്ല അരക്കാൻ പറ്റിയ പാകത്തിലായി കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുതിർന്ന ബദാം ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഞാനിവിടെ മുഴുവൻ ബദാമും തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു 4-5 എണ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ബദാം കാച്ചതിൽ നമുക്കൊരു ചെറിയ ബദാമിൻ്റെ കടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. അത് ആവശ്യമില്ലാത്തവർ ഇതുപോലെ ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബദാം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അഗാരോ ന്യൂട്രി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ബദാം അരച്ചെടുക്കുന്നത്. ബദാം ഇതിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാല്, പശുവിൻ പാലാണ് ചേർക്കുന്നത്. പാലും കൂടി ചേർത്തിട്ട് ബദാം നല്ലതുപോലെ അരച്ചെടുക്കാം. പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ. ഞാനിന്ന് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബദാം നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബദാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മുടെ ബദാം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബദാം അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് പാലും കൂടി ചേർത്ത് അതും കൂടി ഇതിൽ ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് ഒഴിക്കുന്ന സമയത്ത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതുപോലെ ലൂസാക്കിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബദാം കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർക്കുകയാണ്. പശുവിൻ നെയ്യ് തന്നെ ഇതിന് ചേർക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം 2 ചുവന്നുള്ളി ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 2 ചുവന്നുള്ളി മാത്രമേ വേണ്ടൂ, കൂടുതലാവണ്ട. ഇനിയിപ്പോൾ ചുവന്നുള്ളി കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം, അതായത് കട്ട് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വരെ സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചുവന്നുള്ളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സവാളയാണെങ്കിലും മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദാമും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇതിന് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാൻ 2 കപ്പ് പശുവിൻ പാലാണ് ചേർക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. അപ്പോൾ 2 കപ്പ് പശുവിൻ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബദാം അരച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. പശുവിൻ പാലിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ. പിന്നെ അത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പശുവിൻ പാൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു മീഡിയം തിക്നെസ്സിലുള്ള പാലാണ്, തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർക്കുന്നത്. മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ള കളറിലുള്ള പഞ്ചസാരയാണെങ്കിലും 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 നുള്ളു ഉപ്പാണ്. നമ്മുടെ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ, നോക്കിയിട്ട് ചേർക്കുക. ഒരു 2 നുള്ളു മാത്രമേ ചേർക്കാവൂ. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മധുരം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മധുരം കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണോളം കൂടി പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ 3-4 പ്രാവശ്യം ഇങ്ങനെ തിളച്ച് പൊങ്ങി വരണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ 3-4 പ്രാവശ്യം നന്നായിട്ട് തിളച്ച് പൊങ്ങി വരണം. പൊങ്ങി വരുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തിളപ്പിച്ച് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിൽ ചേർത്തിരിക്കുന്ന ബദാമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് സമയം വേവിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബദാം വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ബദാമിൻ്റെ ആ ഒരു വേവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ബദാം കാച്ചിയത് ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 നുള്ളി ഏലക്കായ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ 1 നുള്ളി വരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ രുചി കുറയും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നുകിൽ നല്ല ചൂടോട് കൂടി കഴിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി കഴിക്കാനാണ് ഇതൊന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മഴ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ജീരകക്കഞ്ഞിയാണ്. ഇത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ എപ്പോഴും ഇത് തന്നെയായിരിക്കും, അത്രയും ടേസ്റ്റിയാണ്. കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ജീരകശാല അരിയാണ് കേട്ടോ. ഇത് 240 മില്ലി അളവിലുള്ള കപ്പിൽ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും അരി വെച്ചിട്ട് തന്നെ നമുക്കൊരു 8-10 ആൾക്കുള്ള കഞ്ഞി, അതായത് ഒരു ഗ്ലാസ് വെച്ചിട്ട് കുടിക്കുമ്പോൾ 8-10 ആളുകൾക്കുള്ള കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 1/4 കപ്പ് അരി നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർത്തെടുക്കുക. അപ്പോൾ അങ്ങനെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഈ അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ജീരകശാല അരിക്ക് പകരം ഉണക്കലരി വെച്ചിട്ടും ഈ ഒരു കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിത് മിക്സിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3 ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളിക്ക് പകരം സാധാരണ ഉള്ളി, അതായത് സവാള വേണമെങ്കിലും ചേർക്കാം. ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഞാൻ സ്പൈസസ് വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. മസാലയുടെ കുത്തൽ അധികം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് കൂടുതൽ മസാല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പുവിൻ്റെയും പട്ടയുടെയൊക്കെ എണ്ണം കൂട്ടി കൊടുക്കാം. ഞാൻ വളരെ ചെറിയ കഷ്ണം 2 പട്ട കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒട്ടും തരിയില്ലാതെ, മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും തരിയില്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ എന്തുമാത്രം തിക്കായിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം ചേർക്കുന്നോ അത്രയും രുചി കൂടും കഞ്ഞിക്ക്. അപ്പോൾ ഞാനിന്ന് ഒരു തേങ്ങയുടെ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇത്രയും അളവ് അരിക്ക്. അപ്പോൾ ഇതിനേക്കാളും ഒരു 2 തേങ്ങയുടെ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ലോണം കൂടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ഒരു തേങ്ങയുടെ പാൽ, അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പശുവിൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നെയ്യുടെ ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടാകുന്നതിന് മുന്നേ തന്നെ, നെയ്യ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ട് ഒഴിക്കാൻ നിന്നാൽ അരി ചിലപ്പോൾ കട്ട പിടിച്ചു പോകും. അരി ഒഴിച്ച ഉടനെ തന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അഥവാ നമ്മൾ അരി ഒഴിക്കുന്ന സമയത്ത് കട്ട പിടിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞ് പോയിക്കോളൂ കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലും അരിയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ധാരാളം വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാൻ ഒരു 5-6 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 6 കപ്പോളം വെള്ളം വീണ്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എത്ര നേരിയതായിട്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി തേങ്ങാപ്പാൽ ധാരാളം ഉണ്ടെങ്കിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ടുമുണ്ട്. വീണ്ടും കുറച്ച് ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് സമയം നമ്മുടെ കഞ്ഞി ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ അരി അരച്ചിട്ട് ചേർത്തതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അരി നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നാൽ മാത്രം മതി. അത്രയും സമയം കൊണ്ട് നമ്മുടെ കഞ്ഞി റെഡിയാവും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ ഒന്നും സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കഞ്ഞിയാണിത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാത്തത്. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധികം കട്ട പിടിക്കില്ല. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കഞ്ഞിയുടെ രുചി കൂടും. അതുപോലെ സ്പൈസസ് കൂടുതൽ വേണമെന്നുള്ളവർ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു അതൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവും കൂടി കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞി ഒരു 3 മിനിറ്റ് വരെ ഞാൻ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജീരക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഞ്ഞി ഉണ്ടാക്കി ആദ്യം നമ്മൾ പശുവിൻ നെയ്യ് ഒഴിച്ചല്ലോ, അതിന് പകരം നിങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കാച്ചി ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. പശുവിൻ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് കാച്ചി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പശുവിൻ നെയ്യ് കുറച്ച് കഞ്ഞിയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഒരു നെയ്യിൻ്റെ ചുവ കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കഞ്ഞി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്